നമ്മളങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ഈവനിങ് വാക്കിന് പോവാണ് ഗൈസ്. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് ആദ്യം സിന്ദൂരം വെച്ച് അതാണ് 7 വർഷമായിട്ട് ആദ്യമായിട്ട് സിന്ദൂരം വെച്ചത്. താങ്ക് യു. അപ്പൊ നിങ്ങൾ ചോദിക്കും കല്യാണം കഴിഞ്ഞപ്പോ സിന്ദൂരം ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. അന്ന് ഞാൻ വേദന കൊണ്ട് പിടഞ്ഞ് കരിയായിരുന്നു. നമ്മുടെ ലവ് സ്റ്റോറി കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് കാലിട്ടാടിയിട്ടിട്ട്. ഇത് തേങ്ങ. പിന്നെ ഗൈസ് ഇത് നമുക്ക് കിട്ടിയ ഡ്രസ്സാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല അടിപൊളിയല്ലേ? കുറെ ടോപ്പ് ഇട്ടില്ല, എനിക്ക് ഇങ്ങനത്തെ ടോപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. നിക്കറല്ല ഇങ്ങനത്തെ ടോപ്പ്, ഇതാണ് എനിക്ക് ഇഷ്ടം. ഇതേ ഗൈസ് ഇവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിരിക്കുന്നു. കൊള്ളാം. തേങ്ങയ്ക്ക് ഊഞ്ഞാലിട്ട് കണ്ടപ്പോൾ ഊഞ്ഞാൽ കയറി ആടും. പിന്നെ ഇവിടുത്തെ മാമ നമ്മുടെ അടുത്തൊന്നും പറയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിതൊരു ഊഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ കെട്ടണം ഗൈസ്, അടിപൊളിയായിരിക്കും. അങ്ങനെ ആദ്യമായിരുന്നു ഊഞ്ഞാലാടുവാണ് ഗൈസ്. പിന്നെ റേഷൻ കടയിൽ പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇല്ല നിശു, കിറ്റ് ഉണ്ട്, പോയി നോക്കട്ടെ. കിറ്റ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ കിട്ടുമെന്ന് അറിയാൻ പാടില്ല, പോയി നോക്കാം. നമ്മൾ ചേച്ചിയുടെ വീട്ടിലൊന്നും ചേച്ചി ഇല്ല, ചേച്ചി ഇവിടെ പോയി അറിയാൻ പാടില്ല. നമ്മൾ താഴെ പരുത്തിക്കുഴി എത്തി ഗൈസ്. ഇനി നമുക്ക് റേഷൻ കടയിൽ പതുക്കെ പോവാം. അതൊക്കെ പോയിട്ട് കിറ്റ് വാങ്ങിച്ചിട്ട് വരാം. അതെ, വീട്ടിൽ കാണാത്ത ആളത് പുറത്ത് കടയിൽ ഇറങ്ങി നടക്കാണ്. ഇത് ഇവിടുത്തെ ആളുകൾ ചേർന്നിട്ട് പൂക്കളാണ് പരുത്തിക്കുഴിയിലെ. എന്തായാലും കൊള്ളാം ഗൈസ്, അടിപൊളി. തുപ്പലൂടി പൊട്ടിക്ക് പൊട്ടി. അപ്പൊ ഗൈസ് റേഷൻ കടയിൽ കിറ്റ് ഉണ്ട്, നമുക്ക് വാങ്ങിക്കാം. അപ്പൊ കിറ്റിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് കിറ്റിലുള്ളത്. ഐറ്റം കിറ്റിലുണ്ട്. മുന്തിരിയില്ല, അണ്ടിപ്പരിപ്പുണ്ട്. നമ്മളെ ഹണപ്പോയി തക്കു ഓടിയുന്നു ഗൈസ്. ഇവൻ നമ്മളെ വിടൂല. അവൻ അടങ്ങിയിരിക്കുന്നില്ല, അവന് പരവേശമാണ്. ഇനി കുറച്ച് ചേച്ചിയുടെ വീട്ടില് കഥയും പറഞ്ഞിരിക്കാം. തക്കുടും കൂടാതെ പുതിയൊരു അതിഥി കൂടി വീട്ടിലെത്തിയിട്ടുണ്ട്. പേരിട്ടിട്ടുണ്ട്. ആൺകുട്ടിയാണ് കണ്ടുപിടിച്ചു. ആൺകൊച്ചിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി പേരിട്. ഓ, ഇവനോട് അറ്റാക്ക് ചെയ്യൂലേ ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല.